നമുക്കിനി ഈ കേസിൻ്റെ നാൾ വഴി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മുമ്പ് പലവട്ടം കേരളം ചർച്ച ചെയ്തതാണ്, ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് എങ്ങനെ ഈ കേസുണ്ടായി എന്ന കാര്യം. ഇതിൻ്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ ചെന്താമര എന്ന കൊടും ക്രിമിനലിൻ്റെ 3 കൊലപാതകങ്ങളാണ് കേരളം ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ ഒടുവിൽ നടന്നതാണ് ഇരട്ട കൊലപാതകം. മറ്റേ കേസിൽ മരണം വരെയുള്ള ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ കോടതിയുടെ തടവിൽ കഴിയവെയാണ് ജാമ്യം നേടി ആദ്യവട്ടം പുറത്തിറങ്ങുന്നത്. ജാമ്യം നേടി പുറത്തിറങ്ങുന്ന പ്രതി നാട്ടിലെത്തിയാൽ നടത്താൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ആ കുടുംബത്തിന് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത്, അതിന് പിന്നാലെ വീണ്ടും കൊലകൾ ഉണ്ടാകുമെന്ന ഭയം ഭർത്താവ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഭയം അതേപടി നടപ്പിലാകുന്നു. പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളൊന്നും വേണ്ടത്ര ജാഗ്രതയോടെ അത് കൈകാര്യം ചെയ്യുന്നില്ല. 2019 ഓഗസ്റ്റ് 31 സജിതയെ വെട്ടിക്കൊല്ലുന്നത്. ആദ്യ കൊലപാതകം ചെന്താമര. തൻ്റെ അയൽവാസിയായ സജിതയെ കൊന്നതിന് കാരണമായി ചെന്താമര കണ്ടത് തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണം സജിതയാണ് എന്ന വിലയിരുത്തലാണ്. ഒടുവിൽ നെല്ലിയാമ്പതിക്കാട്ടിൽ ഒളിവിൽ പോയി പ്രതി ചെന്താമര. പിന്നീടാണ് അറസ്റ്റുണ്ടാവുന്നത്. അറസ്റ്റും അതിൻ്റെ നിയമ നടപടികൾക്കും ഇടയിൽ ഇയാൾക്ക് ജാമ്യം കിട്ടുന്നു. കുറ്റപത്രം വൈകുന്നു അടക്കമുള്ള മറ്റു കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജാമ്യം കിട്ടി പുറത്തു വരുന്ന ചെന്താമര വീണ്ടും ഇരട്ടക്കൊലയ്ക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് സാഹചര്യം പിന്നീട് നമ്മൾ കണ്ടത്. ഇരട്ടക്കൊലയുടെ വഴി കണ്ടതാണ് നമ്മൾ. എത്ര ക്രൂരമായിട്ടാണ് ഒരു കുടുംബത്തെ ചെന്താമര ഇല്ലാതാക്കി എന്നത്. ഒടുവിൽ ആദ്യ കേസിൽ 2025 ഒക്ടോബർ 18 വിചാരണയ്ക്കൊടുവിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ ഇരട്ടക്കൊലയ്ക്ക് ശേഷമാണ് ആദ്യ കേസിലെ ഇരട്ട ജീവപര്യന്തം ശിക്ഷാവിധി കോടതിയിൽ ഉണ്ടാവുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എത്ര വലിയ ക്രൂരതയാണ് ഇയാൾ നടത്തിയതെന്ന് ഓർക്കുക. ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയാണ് ഇയാൾ ഒക്ടോബറിൽ വിചാരണയ്ക്ക് മുമ്പായി പുറത്തിറങ്ങുന്നത്. ആ ജാമ്യത്തിനിടയിലാണ് ഇയാൾ വന്ന് വീണ്ടും ഇരട്ടക്കൊലകൾ നടത്തുന്നത്. ആ ഇരട്ടക്കൊലയുടെ വഴികളാണ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് സജിതയുടെ നാട്ടിലേക്ക് വരുന്നു. ഒടുവിൽ സജിതയുടെ കുടുംബത്തിന് വധഭീഷണി ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. പല രീതിയിലുള്ള നീക്കങ്ങളാണ് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതാണ് പലവട്ടം ഈ നീക്കങ്ങളായി തന്നെ പുറത്തു വരികയും ചെയ്തത്. CV അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിക്കുമ്പോൾ ആ നാട്ടുകാർ, ആ പരിസരവാസികളൊക്കെ ഇന്ന് ഈ വിധി കേൾക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ടോ? ഒപ്പം ഈ ചെന്താമര ഇല്ലാതാക്കിയ കുടുംബത്തിലെ ആ 2 പെൺമക്കൾ അവരും വിധി കേൾക്കാനായി കോടതി വരുമോ? മക്കൾ വന്നോ? നമ്മൾ അവരുടെ നാട്ടിൽ പോയപ്പോൾ തന്നെ കണ്ടതാണ് ആ ഒരു നാട് എത്രമാത്രം ആശങ്കയോടെയാണ്, പേടിയോടെയാണ് ഇയാളെ കാണുന്നത് എന്നുള്ളത്. ഇയാൾ പുറത്തിറങ്ങിയാൽ അവിടെ ജീവിക്കാനാകില്ല എന്ന് ആ കേസിൽ ഇയാൾക്ക് എതിരെ സാക്ഷി പറഞ്ഞവരും അന്ന് സുധാകരൻ്റെയും ഇയാളുടെയും വീട്ടിനടുത്ത് താമസിച്ചവരൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ആശങ്ക. അതുപോലെ തന്നെ ഇയാളെ പേടിച്ച് ഒരു കുടുംബം തന്നെ, പുഷ്പയുടെ കുടുംബം തന്നെ അവിടെ നാട് മാറി തമിഴ്നാട്ടിൽ പോയി താമസമാക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു ഭീഷണിയായിട്ട് ഇയാൾ നാടിന് മൊത്തം മാറിയ സാഹചര്യത്തിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ആ പ്രദേശവാസികളൊക്കെ തന്നെ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. ഇത് ആ കുടുംബത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചും വലിയ പേടിയാണ് ഇയാളെ സംബന്ധിച്ച് ഉള്ളത്. എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഇയാളെപ്പോലെ ഒരാളെ കാണുമ്പോൾ അത് ഇയാളാണോ, തടുവ് ചാടിയിട്ട് തങ്ങളെ കൊല്ലാൻ വരികയാണോ എന്ന പേടിയാണ് അവർ മിക്കപ്പോഴും പങ്കുവെക്കുന്നത്. അങ്ങനെ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടികൾ. അത് ഒരു നാടിൻ്റെ ഭീതിയായിട്ട് മാറുന്ന സാഹചര്യം. അപ്പോൾ ഇയാൾ ഒരിക്കലും ഇനി പുറം ലോകം കാണരുത്. പരോള് പോലും കിട്ടാത്ത രീതിയിൽ ഇയാൾ ഇനി ഉള്ളിൽ തന്നെ വേണം, അല്ലെങ്കിൽ പരമാവധി വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും ഈ കുടുംബമൊക്കെ ഉന്നയിക്കുന്നത്. ഇന്ന് അല്പസമയം മുൻപ് ചെന്താമരയെ എത്തിച്ചപ്പോൾ നമ്മൾ കോടതിയിൽ ആ കുടുംബം, അതായത് സുധാകരൻ്റെയും സജിതയുടെയും മക്കൾ അവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ ഒരു കേസിൽ എന്ത് ശിക്ഷയാകും കോടതി വിധിക്കുക എന്നറിയാനുള്ളൊരു കാത്തിരിപ്പിലാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ നാടിനെ സംബന്ധിച്ച് ഒരു നാട്ടുമ്പുറമാണ്, പ്രദേശമാണ്, മലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലുള്ള കൊടും ക്രൂരത കാരണം ആ നാട്ടുകാർക്ക് തന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ എത്തി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ മെമ്പർ തന്നെ പറയുന്നുണ്ട്. കല്യാണങ്ങൾ മുടങ്ങുന്ന അവസ്ഥ, പുതിയ വിവാഹബന്ധങ്ങൾ അവിടേക്ക് വരുന്നില്ല, ഇവിടെ നിന്ന് ആരും കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നില്ല, ഇവിടേക്ക് ആരും സ്ഥലം വാങ്ങിക്കുന്നില്ല, ഇവിടെയുള്ളവർ തന്നെ വിറ്റുപോകുന്ന അവസ്ഥ. ഇതിനൊക്കെ കാരണം ഈ ഒരു ചെന്താമരയുടെ കേസാണ്, അയാളുണ്ടാക്കിയ ഭീഷണിയാണ്, അയാളുണ്ടാക്കിയ ക്രൂരതയാണ് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും നാടിനും അതേപോലെ തന്നെ ഈ വീട്ടുകാർക്കൊക്കെ ഒരേപോലെ ഭീഷണിയായ ഇയാൾ ഇനി പുറത്തിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ കോടതി അതിന് തക്ക ശിക്ഷ വിധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരും അതേപോലെ ഈ സുധാകരൻ്റെയും സജിതയുടെ മക്കളുമൊക്കെ തന്നെ ഒരേപോലെ പങ്കുവെക്കുന്നത്. അത് നിയമപരമായിട്ട്
കോടതിക്ക് മുമ്പിൽ തെളിവുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ കുറ്റം തെളിഞ്ഞു എന്ന സാഹചര്യത്തിൽ ഇനി കോടതി എന്ത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ഇയാൾക്ക് നൽകുക എന്നുള്ളതാണ്. തടഞ്ഞുവെക്കലും വെട്ടിക്കൊലപ്പെടുത്തലും 2 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ വധശിക്ഷ നൽകാവുന്നതാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം മുൻകാല ചരിത്രം ഇതിലൊരു വലിയ ഘടകം തന്നെയാണ്. ഒരു കൊലപാതകം, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ കൊലപാതകത്തിൽ ജയിലിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം അതേ വീട്ടിൽ 2 പേരെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം, ഇനിയും ആരെയും കൊല്ലുമെന്ന് പറയുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ ഒരു വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് കോടതി മുൻപാകെ ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അത് വധശിക്ഷ എന്ന പരമാവധി ശിക്ഷയിലേക്ക് എത്തുമോ അതോ ജീവപര്യന്തത്തിലേക്ക് ആ ശിക്ഷ ഒതുങ്ങുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്താണെങ്കിൽ ഇയാൾ ഇനി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഈ ഒരു നാടിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആ അഭ്യർത്ഥനയ്ക്ക് എന്ത് മറുപടിയാകും കോടതി നൽകുക എന്നുള്ളതാണ് അറിയാനുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ കോടതി നടപടികൾ തുടങ്ങുകയായി എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. കോടതിയിൽ നിന്ന് കോടതി ചേരാൻ പോകുന്നതിൻ്റെ അറിയിപ്പ് ഇതിനോടകം വന്നിട്ടുണ്ട്. ആദ്യത്തെ കേസായിട്ട് ഇത് പരിഗണിക്കുമോ എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് നമുക്കറിയാൻ സജിത്ത്. യെസ്, അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യതയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കേസിൽ സുപ്രധാനമായ നീക്കം, തീരുമാനങ്ങൾ ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതണം. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ, തൂക്കുകയറോ അതല്ലെങ്കിൽ മറ്റെന്ത് ശിക്ഷ എന്ന ചോദ്യത്തിനു കൂടിയാണ് കോടതി, പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരം പറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ന് ഈ വിധിയിൽ കോടതി നടപടികൾ ആരംഭിച്ചു എന്ന കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കം കോടതിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷയോ തൂക്കുകയറോ അതല്ലെങ്കിൽ മറ്റെന്ത് വിധി? പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. പ്രോസിക്യൂഷൻ പൂർണ്ണമായ തെളിവുകൾ നിരത്തിയാണ് കോടതിക്ക് മുന്നിലെത്തിയത്. ആ നീക്കങ്ങൾ ഇന്നുണ്ടാകുമോ? എന്താണ് സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ആ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ആ കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നു ചെന്താമര കേസിൽ. ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്ത്? തൂക്കുകയറോ? ആദ്യ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് മുന്നിലുള്ളത്. ഇവിടെ തൂക്കുകയറാണോ ശിക്ഷ ഉണ്ടാവുക? എന്താണ് പ്രധാനപ്പെട്ട തീരുമാനം? കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അനുമോദ്, നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ കേസായി തന്നെ വിളിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? സജിത്ത്, ആദ്യ കേസായിട്ട് തന്നെ വിളിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇപ്പോൾ നമുക്ക് കോടതിയുടെ ഉള്ളിൽ നിന്ന് വിവരങ്ങൾ അല്പസമയത്തിനും ലഭിക്കും. ഇത് ഒരുപക്ഷെ വിധി പറയുന്നത് വധശിക്ഷയാണെങ്കിൽ ഒരുപക്ഷെ അല്പം വൈകുമെന്നും നിയമജ്ഞർ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ മറ്റ് ശിക്ഷാവിധികളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അല്പം നീട്ടിവെക്കും. അതല്ലെങ്കിൽ ഉടൻ തന്നെ വിധി വരുമെന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ ഒരു വിധി പറയുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും അത് കൃത്യമായിട്ട് തന്നെ പിന്തുടർന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് നിയമസഹായ സമിതി സമർപ്പിച്ച മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ വരെ വലിയ വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിധി പറയുന്നതിൻ്റെ ദിവസത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിധി ഇന്ന് പറയുമ്പോൾ, അല്പസമയത്തിനകം പറയുമ്പോൾ അതെന്തായിരിക്കും? ചെന്താമരയ്ക്ക് തൂക്കുകയറാകുമോ അതോ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തത്തിലേക്ക് ചെന്താമരയ്ക്ക് കേസ് പരിഗണിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എന്ത് വിധി എന്നുള്ളത് അറിയാൻ കഴിയും. കേസ് ആദ്യ കേസായിട്ട് തന്നെ പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ കേസ് എടുത്ത് വിധി പറയാനാണെങ്കിൽ അല്പം കഴിഞ്ഞ് പറയാമെന്നുള്ള മാറ്റിവെക്കുന്ന ആ ഒരു രീതിയുണ്ട്. അങ്ങനെ ഉണ്ടാകുമോ അതോ ഇപ്പോൾ തന്നെ വിധി വരുമോ എന്നുള്ളത് ഏതാനും സെക്കൻഡുകൾക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാനാകും. നമ്മളും ആ ഒരു വിധി അറിയാനുള്ളതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം വധശിക്ഷ ഈ കേസിൽ പരമാവധി നൽകാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും കൊടും ക്രൂരനായ ഒരാൾ, അതായത് ഒരു തരത്തിലും താൻ ചെയ്ത കുറ്റങ്ങളിൽ പശ്ചാത്താപമില്ലാതെ, കുറ്റബോധമില്ലാതെ വേണ്ടി വന്നാൽ ഇനിയും ചെയ്യുമെന്ന് കോടതിക്ക് മുമ്പാകെ വെല്ലുവിളിക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ കണിക പോലും തൊട്ടു തീണ്ടാത്ത ഒരു കൊടും ക്രൂരന്, ഈ നാട് മുഴുവൻ ഭയക്കുന്ന ഈ കൊടും ക്രൂരന് ഒരു വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകിയാൽ അത് ചെയ്ത ക്രൂരതയ്ക്ക് പരിഹാരമാകില്ലെന്നാണ് ഈ നാട്ടുകാരും അതേപോലെ തന്നെ പ്രോസിക്യൂഷനും ഒക്കെ ഒന്നാകെ കോടതിക്ക് മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളത്. അതിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം, വധശിക്ഷ പ്രാകൃതമായതൊന്നാണെന്നുള്ള വാദം നിലനിൽക്കെ തന്നെ ഈ ചില കുറ്റങ്ങളിൽ വധശിക്ഷയ്ക്കപ്പുറം മറ്റൊന്നും നൽകാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. ചില ക്രൂരതയുടെ ആ കുറ്റത്തിൻ്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്നുള്ളപ്പോൾ അതിൽ
വധശിക്ഷ തന്നെ നൽകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ കോടതിക്ക് മുമ്പാകെ അത് പല ഘടകങ്ങൾ ഇതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇയാൾക്ക് അനുകൂലമായിട്ട് പ്രതിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരേ ഒരു ഘടകം പ്രായാധിക്യമാണ്. 62 വയസ്സോളം ഇയാൾക്കുണ്ട്. അപ്പോൾ ഇത്രയും വയസ്സുള്ള ഒരാളെ തൂക്കിക്കൊല്ലുന്നത് അത് ആ പ്രായത്തെ കരുതെങ്കിലും അത്തരത്തിലുള്ള തീരുമാനം എടുക്കരുത് എന്നൊരു കാര്യം കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ പ്രതിഭാഗം കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് ഭാവിയിൽ മാനസാന്തരപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നും നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടുമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് വധശിക്ഷയ്ക്കെതിരായിട്ട് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ കോടതി ആ വാദങ്ങളെ അംഗീകരിക്കുമോ അതോ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഈ കുറ്റകൃത്യങ്ങളുടെ പരമ്പര, തുടർച്ചയായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്ത അതിൻ്റെ രീതി, അതുപോലെ തന്നെ ആ കുറ്റകൃത്യങ്ങൾക്ക് ശേഷവും ഒരു കുറ്റബോധമില്ലാതെ പശ്ചാത്താപമില്ലാതെ വീണ്ടും ഞാൻ ചെയ്യുമെന്ന തരത്തിൽ തന്നെയുള്ള മറുപടി, ആരെയും കൂസാതെ ധാർഷ്ട്യത്തോടെ കോടതിയെ വരെ ധിക്കാരത്തോടെ സംസാരിക്കുന്ന അയാളുടെ ശൈലി, ഇതൊക്കെ പൊതുജനത്തിനും സമൂഹത്തിനും ഭീഷണിയാവുന്നൊരു സാഹചര്യം. ഒപ്പം ഈ ഒരു കുറ്റകൃത്യം അതിൻ്റെ ഭീകരത ഇനി അത് മറ്റൊരാൾക്ക് ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നൊരാവശ്യം. ഇതൊക്കെ കോടതിക്ക് മുമ്പാകെ ഈ വിധി പറയുന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഉയരുന്ന കാര്യങ്ങളാണ്. കോടതി പക്ഷേ നിയമങ്ങൾ മാത്രമാണ്, കോടതിക്ക് മുമ്പിൽ തെളിവുകൾ മാത്രമാണ് അടിസ്ഥാനമാക്കുക. ആ തെളിവുകൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഇയാളെ കുറ്റക്കാരനാണെന്ന് ഇതിനോകം കോടതി തീരുമാനിച്ചു കഴിഞ്ഞു, വിധിച്ചു കഴിഞ്ഞു. ഇനി ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്ത് എന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആ വിധി അറിയാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്. യെസ്.